السلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله. عليك السلام. الحمد لله الذي أنزل قرآنا عربيا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء الجديد من لقاءات فهم القرآن على أيسر الطريق، ونحن اليوم في جلسة 22 من جلسات سورة النساء. അള്ളാഹുവിന് അപാരമായ സ്തുതി. എത്ര അവനെ സ്തുതിച്ചാലും മതിയാവുകയില്ല. കാരണം നാം പല വൈതരണികളും പല പ്രതിബന്ധങ്ങളും തരണം ചെയ്ത് മാഷാ അല്ലാഹ് പുതിയ പദങ്ങൾ സീറോ ഒന്നുമില്ല ഒരു പേജിലാണ് നമ്മൾ എത്തിയത്. പല പേജുകളിലും അങ്ങനെ ഉണ്ടാകാം. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ചില പേജുകളിൽ മാത്രം നമുക്ക് പുതിയ പദങ്ങൾ ഉണ്ടാകാം. അതേപോലെ വ്യാകരണപരമായ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല. അപ്പൊ ഏകദേശം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പൂർണ്ണമായും 100% എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ 100% എന്ന് പറഞ്ഞാൽ തന്നെയും നമുക്കതിൽ കുറച്ച് ഡിസ്കൗണ്ട് എടുക്കാം. ഏതായാലും അള്ളാഹുവിനെ സ്തുതിക്കുക. നമ്മുടെ ഒരു കഴിവ് കൊണ്ട്, നമ്മളെ ഒരാളുടെയും കഴിവ് കൊണ്ടല്ല ഖുർആൻ നമുക്ക് മനസ്സിലാകുന്നത് അള്ളാഹ് സുബ്ഹാനഹു വ തആല അതിനെ എളുപ്പമാക്കിയിരിക്കുന്നു എന്നത് കൊണ്ടാണ്. വലഖദ് യസ്സർനൽ ഖുർആനിൽ ദിക്ർ ഒന്ന്. മറ്റൊന്ന് അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ. ഖുർആനെ നാം കാരുണ്യവാനായ അള്ളാഹയാണ് ഖുർആനെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് ദാസൻ നമ്മോട് ഒരു ചാനെടുത്താൽ നാം അവനോട് ഒരു മുഴമെടുക്കും. അവൻ നമ്മോട് ഒരു മുഴമെടുത്താൽ അവൻ അള്ളാഹ് ഒരു മാറെടുക്കും. അങ്ങനെ ദാസൻ നടന്നെടുത്താൽ അവൻ ഓടിയെടുക്കും എന്നൊക്കെയാണ് ഖുദ്സിയായ ഹദീസിലൂടെ അള്ളാഹ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നാം എത്രത്തോളം ഖുർആനോട് അടുക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം ഖുർആൻ നമ്മോടെടുക്കും, അള്ളാഹ് നമ്മോടെടുക്കും. അള്ളാഹ് നമുക്കത് പഠിപ്പിച്ചു തരും എന്നാണ് പറഞ്ഞു വരുന്നതിൻ്റെയൊക്കെ സാരാംശം. ഇന്ന് വളരെ ലളിതമായൊരു ഭാഗമാണ്. നമുക്ക് ഒമ്പതരയ്ക്ക് മുമ്പ് എന്തായാലും നിർത്തണം. കാരണം നമ്മളെ ഈ പ്രസംഗം അധിക പ്രസംഗമാകാൻ പാടില്ല. കുറച്ച് മാത്രം സംസാരിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, കൂടുതൽ പണിയെടുക്കുക. ഇതാണ് أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أوحينا إليك كما أوحينا إلى نوح والنبيين من بعده وأوحينا إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وعيسى وأيوب ويونس وهارون وسليمان وآتينا داود زبورا ورسلا قد قصصناهم عليك من قبل ورسلا لم نقصصهم عليك وكلم الله موسى تكليما رسلا مبشرين ومنذرين لئلا يكون للناس على الله حجة بعد الرسل وكان الله عزيزا حكيما لكن الله يشهد بما أنزل إليك أنزله بعلمه والملائكة يشهدون وكفى بالله شهيدا إن الذين كفروا وصدوا عن سبيل الله قد ضلوا ضلالا بعيدا إن الذين كفروا وظلموا لم يكن الله ليغفر لهم ولا ليهديهم طريقا إلا طريق جهنم خالدين فيها أبدا وكان ذلك على الله يسيرا يا أيها الناس قد جاءكم الرسول بالحق من ربكم فآمنوا خيرا لكم وإن تكفروا فإن لله ما في السماوات والأرض وكان الله عليما حكيما.
ഈ ആയത്ത് നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുക. അതേപോലെ മനപ്പാടമാക്കാൻ പറ്റുന്നവർ മനപ്പാടമാക്കുക. കാരണം കുറെ അധികം നബിമാരുടെ പേരുകൾ അല്ലെങ്കിൽ നബിമാരുടെ അലൈഹിമുസ്സലാം പേരുകൾ അധികമായും വന്നിട്ടുള്ളത് ഈ സ്ഥലത്താണ്, സന്ദർഭത്തിലാണ്. നമുക്ക് എടുത്തു നോക്കിയാൽ ഏതെല്ലാം നബിമാരുടെ പേരാണോ ഇവിടെ ഉള്ളത് അവരുടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുകയും എഴുതി വയ്ക്കുകയും ഈ പരാമർശിക്കാത്ത അല്ലെങ്കിൽ ഇവിടെ പറയാത്തതും ഖുർആനിൽ വന്നിട്ടുള്ളതുമായ നബിമാരുടെ പേരുകൾ നമ്മൾ നോട്ട്ബുക്കിൽ അഡീഷണൽ ആയിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യാം. മുമ്പ് നമ്മൾ വർക്ക് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ, അണ്ടർസ്റ്റാൻഡ് ഖുർആന്റെ ഘട്ടത്തിൽ. ഇവിടെ ഇന്ന ഹൈന, നമുക്കറിയാം ഇന്ന എന്നുള്ളത് തിരിച്ചെഴുതിയാൽ ഇന്ന അധികം എന്താണ് നഹനു, ഇന്ന അധികം നഹനു, ഇന്നയുടെ കൂടെ നഹനു ചേർന്നപ്പോഴാണ് ഇന്നന എന്നും പറയാം. ഔഹൈന നാം പട്ടികപ്പെടുത്തിയ ക്രിയയാണത്. ഔഹൈ ദിവ്യബോധനം നൽകി അല്ലെങ്കിൽ രഹസ്യമായി സന്ദേശം നൽകി. പിശാച് വഹി നൽകുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് അവിടെ എന്താണ് നിഗൂഢമായി രഹസ്യമായി സന്ദേശം നൽകി എന്നാർത്ഥം. യൂഹൂനയിലെ ഔലിയാഇഹിം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഔഹൈന ഇലൈക, അപ്പൊ ഇവിടെ വഹി എന്നത് ദിവ്യബോധനമാണ്. വഹി എന്നത് വ്യത്യസ്ത അർത്ഥങ്ങളിൽ ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലൊന്ന് എന്താണ്, പിശാച് ബോധനം നൽകുന്നതിന് വഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം രഹസ്യമായി സന്ദേശം നൽകുന്നു എന്നതാണ്. അതേപോലെ നഹലിനെ തേനീച്ചയ്ക്ക് ദിവ്യബോധം നൽകിയ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം പ്രാപഞ്ചികമായ അല്ലെങ്കിൽ അല്ലാഹ് സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തിലുള്ള ജീവികൾക്ക് അല്ലെങ്കിൽ വസ്തുക്കൾക്ക് സംഗതികൾക്ക് നൽകുന്ന പ്രത്യേക ഘടന നമ്മൾ പറയുന്നുണ്ട്, പ്രപഞ്ചത്തിന്റെ പ്രതിഭാസം എന്നൊക്കെ പറയുന്നത്. അതിന് വഹി എന്ന് പറയും. പ്രത്യേകിച്ച് അവയ്ക്കെല്ലാം എന്തിനാണ് അറിവ് നൽകിയിട്ടുണ്ട്. നമുക്ക് നമ്മൾ പറയുന്ന അചേതന വസ്തുവിന് വഹി നൽകിയ കാര്യം പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. ഓർമ്മയുള്ളവരാരെങ്കിലും പറയും? നമ്മൾ പറയുന്ന അചേതന വസ്തുവിന് അല്ലാഹ് വഹി നൽകിയ കാര്യം ഖുർആനിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാതിരുന്നാൽ ക്ലാസ് ഒരുപാട് നീണ്ടു പോകും. ചിന്തിച്ചാൽ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ഓർമ്മയില്ല? വടിയിട്ടപ്പോ അത് പാമ്പായതാണോ ഉസ്താദേ? അതാണോ? വടിയിട്ടപ്പോ പാമ്പായ കാര്യമല്ല ഞാൻ പറഞ്ഞത്. വഹി നൽകി അചേതന വസ്തുവിന് വഹി നൽകിയ കാര്യം പറയുന്നു. നമ്മൾ പഠിച്ചു കഴിഞ്ഞ സൂറത്ത് അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ മൂസ അതാണ് നബിയുടെ അമ്മക്ക് വഹി കൊടുത്തത്. അണ്ടർസ്റ്റാൻഡ് ഖുർആനിൽ പഠിച്ചത് അചേതന വസ്തു മൂസ നബിയുടെ അമ്മ അല്ല, മലയിൽ നിന്ന് 12 പ്രാവിന് ജീവൻ കൊടുത്തത്. പ്രാവിന് ജീവൻ കൊടുത്തതോ? അതേതാ വാക്ക്? 12 ഉറവകൾ. അതേതാ വാക്ക്? ഔഹൈനാണ് വഹിയോ നൽകിയെന്ന കാര്യം പറഞ്ഞു. തേനീച്ചക്ക് വഹിയോ? അതിപ്പൊ ഞാൻ പറഞ്ഞു. അത് തേനീച്ച അചേതന വസ്തു അല്ലല്ലോ. ബി അന്ന റബ്ബക ഔഹാ ലഹാ ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ. പിന്നെന്താ? ആർക്ക് വഹി നൽകിയ കാര്യമാണ് പറഞ്ഞത്? ഭൂമിക്ക് വഹി നൽകിയ കാര്യം. അപ്പൊ ചേതനവും അചേതനവുമായ വസ്തുക്കൾക്ക് പ്രപഞ്ച ഘടനയിൽ അള്ളാഹ് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? വഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവാചകന്മാർക്ക് വഹി നൽകി. മൂസാ നബി അലൈഹി സ്വലാമയുടെ മാതാവിന് നൽകിയ വഹിക്ക് വഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ പ്രവാചകന്മാര് അല്ലാത്തവർക്ക് നൽകിയതിനും വഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം പൊതുവിൽ
ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ വഹി എന്നാൽ പ്രവാചകന്മാർക്ക് ദിവ്യ സന്ദേശം നൽകുന്നതിനാണ് വഹി എന്ന് പറയുന്നത്. അതേസമയം സാധാരണഗതിയിൽ നബിമാരല്ലാത്തവർക്ക് നൽകുന്നതിന് അൽഹമ എന്ന വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് നമ്മൾ വേറെ ഖുറാനിലെ ശബ്ദത്തിൽ പഠിച്ചിട്ടുണ്ട്, അണ്ടർസ്റ്റാൻഡ് ഖുറാനിൽ. ഇങ്ങനെയൊക്കെ ചിന്തിക്കണം. ഇതാണ് വായന എന്ന് പറയുന്നത്. റമദാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഇത്രയും എന്ത് ചെയ്യേണ്ടത് ഗുണദോഷിക്കേണ്ടി വന്നത്. അല്ല ഗ്രൂപ്പില് നമ്മൾ റമദാനിൽ ചെയ്യേണ്ടത് ഇതാണ്. അല്ലാതെ കുറ്റക്കണക്കിന് എന്താ പറയാ പെട്ടിക്കണക്കിന് പേജ് ഇങ്ങനെ എണ്ണി മറിക്കാൻ എവിടെയും പറഞ്ഞിട്ടില്ല. തദബ്ബുറാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മൾ പഠനകാലത്ത് അങ്ങനെ അതിന്റെ ആശയത്തിൽ വാക്കിന്റെ ഘടനയിൽ വ്യാകരണത്തിൽ ഇതിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ പിന്നെ നമ്മൾ അതിന്റെ അടുത്ത തലത്തിലേക്ക് പോകും, അതിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലും, അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കും. അങ്ങനെയുള്ള പഠനമാണ് ഖുർആൻ പഠനം. അല്ലാതെ പ്രസംഗിച്ച് ഒരു അതിന്റെ ഇങ്ങനെ അതിന്റെ സബബ് നുസൂലൊക്കെ പറഞ്ഞു തരണമെന്ന് പറയും. ഖുർആൻ പഠനത്തിന്റെ അടിസ്ഥാന സംഗതി ഇത് വായിക്കാൻ മനസ്സിലാക്കുക എന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്തും ചെയ്യേണ്ടത്. വായന അധികമായി വായിക്കണം എന്നൊക്കെ പറഞ്ഞത് എന്താണ്? വായന. അല്ലാതെ ഈ അധികമായ ഖുർആൻ എന്ന് പറഞ്ഞാല് അധികമായ വായനയാണ്. എന്താ അർത്ഥം അധികമായ വായന എന്ന് പറഞ്ഞാല്? അധികമായ വായന എന്ന് പറഞ്ഞാൽ എന്താ? ആഴത്തിലുള്ള വായനയാണ്. അല്ലാതെ ഒരു കുറേ അധികം പേജ് വായിക്കുന്നതല്ല. അതൊക്കെ നമ്മൾ ഈ ഖുർആൻ ഒരു പ്രാഥമികമായ ക്ലാസ്സിലൊക്കെ പറയുമ്പോൾ ഒരുപാട് പേര് വായിക്കുന്നുണ്ട്. ഇങ്ങനെ എണ്ണത്തിൽ പേജുകൾ മറിച്ചു പോകുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പറയാം. പക്ഷെ ഖുർആൻ വായന എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ആഴത്തിൽ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ഗ്രഹിച്ചുകൊണ്ടുള്ള വായനയ്ക്കാണ് ഖുർആൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂറ എന്ന് പറഞ്ഞാൽ കുറെ നൂറുകണക്കിന് പേജ് ഫജ്റിൽ ഓതുന്നത് സാക്ഷി നിൽക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഫജ്റിൽ ഖുർആൻ ഫജ്ർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഖുർആൻ ഫജ്ർ കൊണ്ട് തഹജ്ജുദ് നമസ്കാരമാണ്. അവിടെ ഏതാ പറഞ്ഞത്? സുന്നത്ത് നമസ്കാരത്തെ കുറിച്ചാണ് പറഞ്ഞത് കേട്ടോ. സൂറത്തു ബനി ഇസ്രായേൽ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക എന്ന് പറഞ്ഞു. എന്തിനാണ്? തഹജ്ജുദ് ചെയ്യണം, തഹജ്ജുദ് നിർവഹിക്കണം. നാഫിലതൻ ലക, നിനക്ക് നാഫിലത്തായിട്ട് സുന്നത്തായിട്ട്, അതായത് അധികമായിട്ട്. അസാന്യബേസക റബ്ബുക മഖാമു മഹ്മൂദ. അങ്ങനെയാണെങ്കിൽ സ്തുത്യർഹമായ ഒരു പോസ്റ്റ് നിന്നെക്കൊണ്ട് നിയമിക്കും. അവിടെ പറഞ്ഞതാണ് ഖുർആൻ ഫജ്ർ എന്ന്. അപ്പൊ ആ ഫജ്റിലുള്ള ഖുർആൻ പാരായണം എന്നും ഈ ഫജ്ർ നമസ്കാരത്തിലെ പാരായണം എന്നും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഫജ്ർ നമസ്കാരം ദീർഘമായി പാരായണം ചെയ്യുന്നത്. എന്തായിരുന്നാലും ആ ഖുർആൻ എന്നൊക്കെ പറയുന്നത് ആഴത്തിൽ ഗ്രഹിച്ചുകൊണ്ടുള്ള അതിലെ ആ വായനയുടെ ഡെപ്ത്, ആഴം, അല്ലെങ്കിൽ അതിൽ അഗാധത, ഹൃദയസ്പർശിയായ വായന, ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് ആ ഖുർആൻ എന്ന് പറഞ്ഞ ആധിക്യത്തിന് സൂചന. എനിവേ, അപ്പൊ ഇങ്ങനെ ചിന്തിച്ച് വായിക്കണം. അപ്പൊ ഇവിടെ പറയുന്നത് ഇതൊരു മാകുന്തു ബിദ്അൻ മിനർ റുസ്ലി എന്നിവിടെ പറഞ്ഞിട്ടുണ്ട്. മാകുന്തു ബിദ്അൻ മിനർ റുസ്ലി, ഞാൻ പ്രവാചകന്മാരിൽ ഒരു ബിദ്അത്ത് ചെയ്തവനല്ല എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സംവിധാനമൊന്നുമല്ല. ഇത് നേരത്തെ ഉള്ള സംവിധാനമാണ്. അള്ളാഹ് നബിമാരെ അയക്കും, റസൂലുമാരെ അയക്കും എന്നത് സാധാരണ പതിവുള്ള സമ്പ്രദായമാണ്. അതിലെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ എന്ന അർത്ഥത്തിലാണ് അവിടെയും ഇവിടെയും പറയുന്നത്. അപ്പോ നാം നിനക്ക് വഹി നൽകിയിട്ടുണ്ട്. ഇത് നിനക്ക് വഹി നൽകുക എന്നത് ഒരു പുതിയ സമ്പ്രദായമല്ല, മുമ്പും നബിമാർക്ക് നൽകിയിട്ടുണ്ട്. അതിൽ ചില നബിമാരെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. കമാ ഔഹൈന, കമാ എന്ന് പറഞ്ഞാൽ പോലെ, ഔഹൈന നാം വഹി നൽകിയതുപോലെ, ഇലാ നൂഹ്, നൂഹ് വന്നബിയ്യീൻ. നബിയ്യീൻ എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ്? ഇല പറഞ്ഞു നൂഹിൻ എന്നിട്ട് വാ ഉപയോഗിച്ച് അതുമായി ബന്ധപ്പെടുത്തിയത് കൊണ്ട് ഈന യാ കൊണ്ടാണ് ജർ ചെയ്തിരിക്കുന്നത്. ജറിന്റെ അടയാളം ഈന എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നമ്മൾ ഫൈനലൊക്കെ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ പറയേണ്ടത് യാ കൊണ്ടാണ് ജർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വേറൊരാളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഈന എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ബഹുവചനത്തിൽ ജമ്മു മുദക്കർ സാലിമിൽ അഥവാ
പുല്ലിംഗ സുരക്ഷിത ബഹുവചനത്തിൽ ജെറ് വരുന്നത് യാ കൊണ്ടാണ് അതിനെ അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത്. വന്നബിയ്യീന മിൻ ബഅദി. അപ്പൊ നൂഹ് അലൈഹിസ്സലാമിനും അദ്ദേഹത്തിന് ശേഷമുള്ള നബിമാർക്കും വഹി നൽകിയതുപോലെ താങ്കൾക്കും നാം ഇതാ വഹി നൽകിയിരിക്കുന്നു. വഹൈന ഇലാ ഇബ്രാഹിം. അപ്പൊ ആദ്യം നബിയ്യീന മിൻ ബഅദിഹി എന്ന് പൊതുവിൽ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്തിരിക്കുകയാണ്? അപ്പൊ ആം പൊതുവായി പറഞ്ഞതിന് ശേഷം പിന്നീട് ഖാസായിട്ട് പറയും, എടുത്തു പറയും ചില സംഗതികൾ. ഖുർആന്റെ ശൈലിയാണത്. നമ്മൾ പ്രഭാഷണ ശൈലിയിൽ പലപ്പോഴും അങ്ങനെ പറയും. നൂഹ് അലൈഹി സ്വലാമിനും നബിമാർക്കും മറ്റു നബിമാർക്കും അദ്ദേഹത്തിന് ശേഷമുള്ള മറ്റു നബിമാർക്കും വഹി നൽകിയത് പ്രകാരം അതുപോലെ തന്നെ നാം നിനക്കും വഹി നൽകിയിരിക്കുന്നു. എന്നിട്ട് പിന്നെ വീണ്ടും എടുത്തു പറയാണ് ഇബ്രാഹിം വഇസ്മാഈൽ വഇസ്ഹാഖ് വയഖൂബ്. ഈ 3 നബിമാരുടെയും പേര് എന്താണ്? 2 കാരണങ്ങൾ കൊണ്ട് അതിനെന്ത് ചെയ്യാണ്? ഫതഹത്താണ് കൊടുത്തിരിക്കുന്നത്. ഒന്നെന്താണ്? അനറബി പദമാണ്. അത് മുഖേന അതെന്താണ്? ഗൈർ മുൻസരിഫായി, മംനൂ മിന സർഫായി. അപ്പൊ അവിടെ എന്ത് ചെയ്തു? കസ്ർ കൊടുത്തിരിക്കുന്നത് ഫതഹത്ത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇബ്രാഹിം ഇസ്മാഈല വഇസ്ഹാഖ വയഖൂബ എന്ന് പറഞ്ഞു. വൽ അസ്ബാത്ത്. അസ്ബാത്തിന്റെ ഏകവചനം എന്താണ്? സിബത്ത്. അസ്ബാത്ത്, സന്തതി പരമ്പര. അയ്യൂബ്. അപ്പം യാക്കൂബിന്റെ സന്തതി പരമ്പരയ്ക്ക് മുഫ്രദ് കേട്ടില്ല. സിബത്തുൻ, സീന് ബാ ത്വാ. പഴയ വാക്കാണ് കേട്ടോ. ബക്കറയിലൂടെ വന്നിട്ടുള്ളത്. ബക്കറയിൽ ആൽ ഇമ്രാനിലൊക്കെ ഉണ്ട് ഇല്ലേ? ഖുൽ ആമന്നാ ബില്ലാഹി ഖൂലു ആമന്നാ ബില്ലാഹി എന്ന് പറഞ്ഞ 2 സ്ഥലത്തും അവിടെ കാണും. അവിടെ 24 പേരൊക്കെ പറഞ്ഞതിന് ശേഷം അസ്ബാത്ത് അവിടെയുണ്ട്. അസ്ബാത്ത് അവിടെ ബക്കറയിൽ 2 സ്ഥലത്ത് മുകളിന് താഴെ വന്നിട്ടുണ്ടല്ലോ. വഈസ വഅയ്യൂബ വയൂനുസ വഹാറൂന വസുലൈമാൻ. ഈ പേരുകളും എന്താണ്? അനറബി പദങ്ങളാണ്. അതേപോലെ ഗൈർ മുൻസരിഫാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഇലാ ഇതിലേക്ക് എല്ലാത്തിനും ബാധകമാണ്. അതില് ഇലാ ഇബ്രാഹിം കഴിഞ്ഞിട്ട് വാ ചേർത്താണ് അതിനെല്ലാത്തോടും ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ അസ്ബാത്ത് എന്താണ്? അത് സർഫ് ആകുന്ന അല്ലെങ്കിൽ കസ്ർ സ്വീകരിക്കുന്ന പദമാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വാവ് ഉപയോഗിച്ചു ഈസ, അയ്യൂബ്, യൂനുസ്, ഹാറൂൻ, സുലൈമാൻ അലൈഹിമുസ്സലാം. ഇവരുടെ എല്ലാം പേരുകൾ നേരത്തെ പറഞ്ഞോടെ ഇലയിലേക്ക് ബന്ധപ്പെട്ടു. ഈ നബിമാർക്കെല്ലാം വഹി നൽകിയതുപോലെ. അപ്പൊ ഇത് അഡ്രസ് ചെയ്യുമ്പോൾ എന്താണ്? പൊതുസമൂഹത്തെയാണ് അഡ്രസ് ചെയ്യുന്നത്. പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യുമ്പോൾ മൂസാ നബി അലൈഹി സ്വലാമിയുടെ അനുയായികളും ഈസാ നബി അലൈഹി സ്വലാമിയുടെ അനുയായികളും ഒക്കെയും എന്താണ്? അതേപോലെ മുശ്രിക്കുകളും മക്ക നിവാസികളും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മക്ക നിവാസികളൊക്കെ ഇസ്മായിൽ നബിയിലും ഇബ്രാഹിം നബിയിലും വിശ്വസിക്കുന്നു. അതേപോലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും ബാക്കി എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ ജൂതന്മാരെ സമയത്തോളം ഈസാ അലൈഹി സ്വലാമിക്ക് മുമ്പുള്ള എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നു. ക്രിസ്ത്യാനികളുടെ സമയത്തോളം ഈസാ നബി അടക്കമുള്ള എല്ലാ നബിമാരിലും വിശ്വസിക്കുന്നു. ഈ പറഞ്ഞ നബിമാരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വ്യത്യസ്ത രീതികൾ, അതായത് സ്വരമാറ്റങ്ങൾ ഉണ്ടാകാം. പേരിന്റെ ഉച്ചാരണ മാറ്റങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി പുതിയ നിയമത്തിലും പഴയ നിയമം എന്നൊക്കെ പറയുന്ന ഇഞ്ചിയന്റെയും കൗറയുടെയും ഭാഗങ്ങളിലുണ്ട്. ദാവൂദ സബൂറ. ദാവീദിന്റെ സങ്കീർത്തനങ്ങൾ എന്ന് പറയും. അത് എന്താണ്? ദാവൂദാണ്. അപ്പൊ ഈ പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് പറയുകയാണ്, അല്ലയോ ജൂതന്മാരെ, ക്രിസ്ത്യാനികളെ, മക്ക നിവാസികളെ, ഈ സമൂഹത്തെ നിങ്ങൾ വിശ്വസിക്കുന്ന നബിമാർക്കൊക്കെയും ഈ നബിമാരൊക്കെയും എന്താണ്? ദിവ്യബോധനം ലഭിച്ചവരാണ്. അവർക്ക് ദിവ്യബോധനം ലഭിച്ചു എന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതാ എനിക്കും ദിവ്യബോധം ലഭിച്ചിരിക്കുന്നു. അല്ലാഹ് പറയുകയാണ്, ഈ നബിക്ക്, അന്ത്യപ്രവാചകന ഈ നബിക്ക് ദിവ്യ സന്ദേശം ലഭിക്കുന്നു എന്നതിൽ പുത്തരിയില്ല. ഇത് മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്കൊക്കെയും ഇങ്ങനെ സമ്പ്രദായം ഉണ്ടായിരുന്നു.
വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക. ഇവിടെ നബിമാരുടെ പേരുകൾ പറഞ്ഞു. ഈ പേര് പരാമർശിക്കാത്ത നബിമാരിൽ വേറെയും ഉണ്ട്. അതാണ് വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക. അപ്പോ താങ്കൾക്കും ഈ നേരത്തെ പറഞ്ഞ പേര് പരാമർശിച്ച നബിമാർക്കും വഹി നൽകിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ പേര് പരാമർശിച്ച നബിമാർക്ക് വഹി നൽകിയതുപോലെ താങ്കൾക്കും വഹി നൽകിയിരിക്കുന്നു. വറുസുലൻ ഖദ് ഖസസ്നാഹും അലൈക. ഖസസ്ന എന്ന് പറഞ്ഞതിന്റെ മാവി എന്തായിരിക്കും? മാവിയുടെ അവൽ ഖസ്സയഖുസ്സു, സംഭവം വിവരിച്ചു കേട്ടോ. ഖസസ്നാഹും അലൈക, താങ്കൾക്ക് നാം വിവരിച്ചു തന്ന പ്രവാചകന്മാർ മറ്റ് പ്രവാചകന്മാർക്കും. വറുസുലൻ എന്ന് പറയുമ്പോൾ വേറെ കുറെ പ്രവാചകന്മാർക്കും എന്നാണ്. വറുസുലൻ എന്നെന്താണ്? സ്പെസിഫിക് അല്ല, അൺസ്പെസിഫിക് ആണ്. തന്നീനോട് കൂടിയാ പറഞ്ഞു. വറുസുലൻ, മറ്റു ചില പ്രവാചകന്മാർക്കും. അത് ഖസസ്നാഹും അലൈക, താങ്കൾക്ക് നാം പേര് പറഞ്ഞു തന്നവരായ മിൻ ഖബ്ലു, നേരത്തെ തന്നെ. അപ്പൊ ഇവിടെ പേര് പരാമർശിക്കാത്ത മറ്റ് പ്രവാചകന്മാരും മിൻ ഖബ്ലു, നേരത്തെ തന്നെ. മീൻ ഖബ്ലു. എന്തുകൊണ്ട് കബിലി എന്നൊന്നുമില്ല? കബിലിന് ശേഷം അല്ലെങ്കിൽ എന്തിന്റെ ശേഷമാ, എന്തിന്റെ മുമ്പാണ് എന്ന് പറയാത്തത്. മീൻ ഖബ്ലു എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ. അപ്പൊ നേരത്തെ കബല് അയ്യുഷൈഇൻ, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ ഒരു സംഗതിയുടെ മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കബലിന്, അതായത് കബലിന് ശേഷം ഗിലാഫത്ത് വന്നിട്ടുണ്ടെങ്കിൽ മിന്നിന്റെ നിയമം അവിടെ ബാധകമാണ്. അല്ലെങ്കിൽ എന്താണ്? മീൻ ഖബ്ലു എന്ന് പറയുന്നത്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യമാണ് കേട്ടോ. ഈ പറയുന്ന വിഷയം ഗ്രാമറും സംഗതിയും എല്ലാം നേരത്തെ പരാമർശിച്ചത്. വറുസുലൻ ലം നഖസുസ്ഹും, ലം നഖസുസ്, ലം വന്നുകൊണ്ട് നഖസുസ്, നഖുസ്സു എന്നാണ് യഥാർത്ഥത്തിൽ വരുന്നത് കേട്ടോ. ഖസ്സ ഖസ്സു പറഞ്ഞിട്ട് എന്താണ്? അഖുസ്സു നഖുസ്സു എന്നാ വരിക. അഖുസ്സു ഞാൻ സംഭവം വിവരിക്കുന്നു, നഖുസ്സു നാം വിവരിക്കുന്നു. ഇപ്പൊ നഖുസ്സു എന്ന് പറയുന്നത് ഇതിന്റെ കൂടെ ലം വന്നപ്പോ എന്തായി? അവസാനത്തെ ഷെദ് അഴിച്ചിട്ട് ഇത് ചെയ്യണം, അവസാനത്തിന് സുക്കൂൻ കൊടുക്കണം. അപ്പൊ അങ്ങനെയാണ് ലം നഖസുസ്, ലം നഖസുസ്ഹും അലൈക. വറുസുലൻ, മറ്റ് ചില പ്രവാചകന്മാരുണ്ട്. ലം നഖസുസ്ഹും അലൈക, അവരെ കുറിച്ച്. ലം നഖസുസ്, നാം വിവരിച്ചിട്ടില്ല. ഹും, അവരെ കുറിച്ച് കേട്ടോ. ഇതെന്താണ്? മഫ്ഊൽ ബിഹിയാണ്. അപ്പോ അവരെ കുറിച്ച് നാം പറഞ്ഞു തന്നിട്ടില്ല. അലൈക, താങ്കൾക്ക് വിവരിച്ചു തന്നിട്ടില്ലാത്ത വേറെയും നബിമാരുണ്ട്. ഹദീസുകൾ വന്നിരിക്കുന്ന 1.25 ലക്ഷത്തോളം നബിമാരുണ്ടായിരുന്നു എന്നാണ്. 1,25,000 നബിമാരുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദേശത്തും നബിമാര് വന്നിട്ടുണ്ടാകാം. ഇപ്പൊ നമ്മള് ഇൻഡസ് വാലി സംസ്കാരം എന്ന് പറയുന്നത്, സിന്ധു നദീതല സംസ്കാരം എന്ന് പറയുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പൊ സിവിലൈസേഷൻ വന്നിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയും എന്തുണ്ടാകും? നബിമാര് വന്നിട്ടുണ്ടാകും. നമ്മൾ പ്രത്യേകം പഠിക്കാണ് സംഭവമാണ്. വകല്ലമ അല്ലാഹു, അതേപോലെ തന്നെ ഖുർആനിൽ തന്നെ പറയുക, ഇൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. നേരത്തെ മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു ഉമ്മത്തും, ഒരു സമൂഹവും കടന്നു പോയിട്ടില്ല. ഇല്ലാ ഖലാ ഫീഹാ നദീർ. അപ്പൊ പ്രവാചകന്മാര് എല്ലാ സമൂഹത്തിലും വന്നു പോയിട്ടുണ്ട്. മനുഷ്യ സമൂഹം നിലനിന്നിട്ടുള്ള പ്രദേശങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെ പ്രവാചകന്മാരെ വന്നിട്ടുണ്ട്. അപ്പൊ ലം നഖ്സുസ്ഹും അലൈക വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. തക്ലീമയും കല്ലമയും തമ്മിലുള്ള ബന്ധം എന്താണ്? കല്ലമയുടെ മസ്ദറാണ്. മസ്ദർ, ക്രിയാധാതു. അപ്പൊ മസ്ദർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ അതിന്റെ രീതി, പ്രത്യേകത ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കല്ലമല്ലാഹു മൂസ തക്ലീമ. മൂസ അലൈഹി സ്വലാമിയോട് അള്ളാഹ് നന്നായി സംസാരിച്ചു.
നന്നായി സംസാരിച്ചു, അധികമായി സംസാരിച്ചു, അല്ലെങ്കിൽ പ്രത്യേകമായി സംസാരിച്ചു. അതിന് ആ രീതിയും കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പൊ അവിടെ എന്തുണ്ട്, അള്ളാഹ് സംസാരിച്ചിട്ടുണ്ട് എന്ന കാര്യം വ്യക്തമാക്കാൻ വേണ്ടി പറഞ്ഞു. അതിന്റെ എന്താണ്, അതിന്റെ ശൈലി, ആഴം, ഇന്റൻസിറ്റി, അതിന്റെ എന്താണ് പരസ്പരമുള്ള ബന്ധം, ഇതൊക്കെ ആകാം. നമുക്കത് അറിയാത്തതുകൊണ്ട് അതിന്റെ ശൈലിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കടന്നു പോകേണ്ടതില്ല. എന്തായാലും കല്ലമ എന്നതിന്റെ രീതി വ്യക്തമാക്കാൻ വേണ്ടി ക്രിയാധാതു ഉപയോഗിച്ചിരിക്കുകയാണ്. റസുലൻ മുബശ്ശിരീന. അപ്പോ നേരത്തെ പറഞ്ഞ എന്താണ്, ആതൈന ദാവൂദ സബൂറ വറുസുലൻ ഇന്നാ ഔഹൈന ഇലൈക മാ ഔഹൈന ഇലാ നബിയ്യിന മിൻ ബഅദി വഔഹൈന ഇലാ ഇബ്രാഹിം. വറുസുലൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഏതോ ഒരു വാക്ക് വിട്ടുപോയിട്ടുള്ള ആശയത്തിലാണ് വന്നിരിക്കുന്നത്. അർസൽന റുസുലൻ അല്ലെങ്കിൽ വൗഹൈന റുസുലൻ എന്ന് പറയാം. മറ്റു ചില പ്രവാചകന്മാർക്കും ഖദ് ഖസസ്നാഹും അലൈക എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്ത് പറയുന്നു, റുസുലൻ, ആ പ്രവാചകന്മാർ എങ്ങനെയുള്ളവരാണ്. ഇപ്പൊ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞല്ലോ. ഇഹ്ദിന, ഞങ്ങളെ നീ നയിക്കണേ അസ്സിറാത്ത അൽ മുസ്തഖീം, ദീർഘമായ പാതയിലേക്ക്. എന്നിട്ട് എന്ത് പറഞ്ഞു, സിറാത്തല്ലദീന എന്ന് പറഞ്ഞു. ഒരു വിഭാഗത്തിന്റെ സിറാത്ത് എന്ന് പറഞ്ഞു. അതേപോലെയാണ് ഇവിടെ റുസുലൻ ഖദ് ഖസസ്നാഹും അലൈക എന്ന് പറഞ്ഞു. താങ്കൾക്ക് വിവരിച്ചു തന്നതായ പ്രവാചകന്മാരും വറുസുലൻ ലം നഖ്സുസും അലൈക, താങ്കൾക്ക് വിവരിച്ചു തന്നിട്ടില്ലാത്ത പ്രവാചകന്മാർ. എന്നിട്ട് പറഞ്ഞു റുസുലൻ. ആരാണ് ആ പ്രവാചകന്മാര്? അവരുടെ വിശേഷണം പറയുന്നതിന് വേണ്ടിയാണ് ആ റുസുലൻ എന്ന വാക്ക് വീണ്ടും എടുത്ത് പറഞ്ഞത്. ഇതിനെ സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞിട്ട് സിറാത്തൽ ലദീന പറഞ്ഞതുപോലെ റസുലൻ പ്രവാചകന്മാരാണ് അവർ. മുബശ്ശിരീന ഹാലാണ്. മുബശ്ശിരീനയുടെ പേര് മാറി എന്തായിരിക്കും? അപ്പൊ അതിന്റെ ബഷറയുടെ എന്താണ് മുബശ്ശിരീന? ആ മഫൂല്. എന്ത് മഫൂല്? ഇങ്ങനെ പറയുന്നവർക്ക്, തെറ്റ് പറയുന്നവർക്ക് 1000 പ്രാവശ്യം ഇൻബോക്സിൽ എഴുതി ഇസ്മുൽ ഫാഇൽ എന്ന് പറയണം കേട്ടോ. ഇസ്മുൽ ഫാഇൽ എന്ന് പറയണം. നമ്മൾ ആദ്യം പഠിക്കുന്ന സമയത്ത് കർത്താവ്, കർമ്മം, ക്രിയാധാതു എന്നൊക്കെ പറയുന്നു. ഇപ്പൊ നമ്മൾ ചെറിയ ടെർമിനോളജി മാറ്റിയിട്ടുണ്ട്, അങ്ങനെ നിങ്ങൾ പറയുന്നു. അതുകൊണ്ട് നമ്മൾ ഗ്രാമറിലെ ഇത് പറയുമ്പോഴത്തെ അതിന്റെ ശരിക്ക് പേര് പറയുമ്പോൾ ഇസ്മുൽ ഫാഇൽ എന്ന് പറയും. ബഷറയുടെ ഇസ്മുൽ ഫാഇലാണ് മുബശ്ശിറുൻ എന്നതാണ് ഇസ്മുൽ ഫാഇൽ. മുബശ്ശറുൻ ഇസ്മു മഫ്ഊലാണ്. ഇവിടെ മുബശ്ശറീന എന്നല്ല, മുബശ്ശറൂന എന്നല്ലല്ലോ പറഞ്ഞു. മുബശ്ശി എന്നാണ് പറയുന്നത്. മുബശ്ശി ഇപ്പൊ എന്താണ്? മുബശ്ശിരീൻ, മുബശ്ശിറുൻ ഇസ്മുൽ ഫാഇൽ. മുൻദിറുൻ, മുൻദിറിന്റെ മാവി പേര് മാവി അപ്പൊ മുൻദിരീനായും മുബശ്ശിരീനായും മുബശ്ശിരീൻ അല്ലെങ്കിൽ മുബശ്ശിറുൻ എന്ന് പറഞ്ഞാൽ ആർക്കാണ്? സന്തോഷ വാർത്ത അറിയിക്കുന്നവരായ നിലയ്ക്കാണ് ദൂതന്മാരെ അയച്ചത്. ഇപ്പൊ സന്തോഷ വാർത്ത അറിയിക്കുന്നത് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ കൽപ്പനകളെ, അള്ളാന്റെ കൽപ്പനകൾ ഈ ദൂതന്മാർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നു. മുൻതിരിയിൽ അത് ലംഘിക്കുന്നവർക്ക്, അനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗമുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിയിക്കുന്നു. ധിക്കരിച്ച് ജീവിക്കുന്നവർക്ക് നരകമുണ്ട് അല്ലെങ്കിൽ ശിക്ഷയുണ്ട് എന്ന് മുന്നറിയിപ്പ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ അയച്ചത് ലാമു താലീൽ, കാരണം പറയുന്നതിന് വേണ്ടിയാണ്. ഇതിനു വേണ്ടിയാണ്. അല്ലാ യകൂന. അപ്പൊ ലി യകൂന എന്ന് പറയാം, ലി അൻ യകൂന എന്ന് പറയാം, ലി അൻ ലാ യകൂന ആകാതിരിക്കുന്നതിനുണ്ട്, ലി യകൂന ആകുന്നതിന് വേണ്ടി. ലി അൻ യകൂന എന്ന് പറഞ്ഞാലും ആകുന്നതിന് വേണ്ടി. ലി അൻ ലാ യകൂന. അപ്പൊ അല്ല എന്നിടത്ത് ഖുർആനിൽ അല്ല എന്നിടത്ത് അൻ വേറെ, ലാ വേറെ എവിടെയൊക്കെ എഴുതിയിരിക്കുന്നത് നിങ്ങൾ റിസർച്ച് ചെയ്യണം. ഖുർആൻ വായിച്ചു നോക്കുമ്പോൾ
അത് എവിടെയൊക്കെയാണുള്ളത് ആ സ്ഥലങ്ങളിൽ മാത്രം. പിന്നെ ഏത് പ്രിന്റ് എടുത്ത് നോക്കിയാലും അവിടെ അൻ വേറെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. ഇതിനാണ് നമ്മൾ ഖുർആനിൽ അക്ഷര വള്ളി തെറ്റില്ല, മാറ്റില്ല. അൻ വേറെ ഇല്ല, വേറെ എവിടെ എഴുതിയിട്ടുണ്ടോ അവിടെയൊക്കെ എന്താണ്, അത് ഏത് പ്രിന്റ് എടുത്ത് നോക്കിയാലും അൻ വേറെയും ഇല്ല വേറെ ആയിരിക്കും ഉണ്ടാവുക. എന്താണ് കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതിപ്പിച്ചിരുന്നപ്പോഴേ അങ്ങനെ തന്നെ എഴുതിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ എന്താണ് അന്നും ലായും ഒരുമിച്ചിട്ടാണ്. അപ്പൊ അല്ല എന്ന് വരും. അല്ല യകൂന ആകാതിരിക്കുന്നതിന് വേണ്ടി, ലിന്നാസി ജനങ്ങൾക്ക്, അലല്ലാഹി അള്ളാന്റെ എതിരിൽ, അള്ളാന്റെ മേൽ, ഹുജ്ജത്തുൻ ഒരു പ്രമാണം, ഒരു തെളിവ്, ബഅദ റുസുൽ ദൗത്യത്തിന് ശേഷം അല്ലെങ്കിൽ പ്രവാചകന്മാർക്ക് ശേഷം, ബഅദ റിസാല ദൗത്യത്തിന് ശേഷം, അല്ലെങ്കിൽ ബഅദ റുസുൽ എന്ന് പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ എടുത്താൽ പ്രവാചകന്മാർക്ക് ശേഷം. പ്രവാചകന്മാരെ അയച്ചു, എന്തായി, അവർക്ക് പ്രവാചകന്മാരിലൂടെ അള്ളാഹ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം പിന്നീട് ഞങ്ങൾക്ക് ആരും ഒന്നും പറഞ്ഞു തന്നില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് എക്സ്ക്യൂസ് പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോ പ്രവാചകന്മാരൊക്കെ വന്നു പോയി, ഇനി ബാക്കി കാര്യങ്ങൾ പറയേണ്ടത് നമ്മളെ ദൗത്യമാണ്. അതിനാണ് പറഞ്ഞത് നിങ്ങൾ എന്ത് ചെയ്യണം, ബല്യകുവന്നി വല ആയാണ് ഷാഹിദുൽ ഗായിബൻ. ഇവിടെ ഹാജരുള്ളവൻ ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണം. അതേപോലെ അല്ലുലമാ വറസത്തുൽ അംബിയ, പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളാണെന്ന്. ഇനി പ്രവാചകന്മാർ വരികയില്ല, അതുകൊണ്ട് ആ പ്രവാചകന്മാരുടെ പിൻഗാമികൾ ആരാണ്? അറിവുള്ളവർ, പഠിച്ചവർ, പണ്ഡിതന്മാരാണ്. അത് നമ്മുടെ ബാധ്യതയാണ്. അങ്ങനെ നമ്മുടെ ബാധ്യത എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ, ജനങ്ങൾ വിശ്വസിക്കാതിരുന്നാൽ അള്ളാഹ് അവരെ ശിക്ഷിക്കില്ല എന്നാണ് പറയുന്നത്. അള്ളാഹ് അവരെ ശിക്ഷിക്കില്ലെന്ന്. മുബശ്ശിരീന വ മുൻദിരീന ലിഅല്ലാ യകൂന അലല്ലാഹി ലിന്നാസി അലല്ലാഹി ഹുജ്ജത്തുൻ ബഅദ റുസുൽ വകാന അല്ലാഹു അസീസൻ ഹകീമ. ലകിൻ അല്ലാഹു യശ്ഹദു ബിമാ അൻസല ഇലൈക. ലകിൻ എന്നാൽ അല്ലാഹു യശ്ഹദു ബിമാ അൻസല ഇലൈക, താങ്കൾക്ക് ഇറക്കി തന്നതിൽ അല്ലാഹ് സാക്ഷി വഹിക്കുന്നു. അൻസലഹു ബിഇൽമിഹി, അവൻ അതിനെ ഇറക്കി തന്നിരിക്കുന്നത് അവന്റെ അറിവനുസരിച്ചാണ്. അൻസലഹു ബിഇൽമിഹി. അല്ലാഹു അലീമൻ എന്ന് പറഞ്ഞല്ലോ, അള്ളാഹു എല്ലാത്തിനെ കുറിച്ചും അറിവുള്ളവനാണ് എന്ന് പറഞ്ഞു. അപ്പൊ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇറക്കി തന്നിരിക്കുന്നത്. ചില ആൾക്കാർ പറയും ഞങ്ങൾ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചാന്ന് പറയും. ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ്, എന്റെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എന്നൊക്കെ പറയും അല്ലെ ലേഖകന്മാർ എഴുതുമ്പോൾ. ഇവിടെ എന്താണ്, ഖാലിഖ് പറയുന്നു, ഖാലിഖിന്റെ വിജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. വലാ യഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അള്ളാഹുവിന്റെ അറിവിനെ പോലുള്ള അറിവ് വേറെ ആർക്കും ഇല്ല. കാരണം അള്ളാഹു അലീമൻ, അള്ളാഹു എല്ലാത്തിനെ കുറിച്ചും അറിയുന്നവനാണ്, ഹക്കീമൻ യുക്തിമാനാണ്. അപ്പൊ ആ ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ഇറക്കി തന്നിരിക്കുന്നത്, ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. വൽ മലായികത്തു യശ്ഹദൂൻ, മലക്കുകളും എന്ത് ചെയ്യുന്നു, സാക്ഷ്യം വഹിക്കുന്നു. വകഫാ ബില്ലാഹി ഷഹീദ, സാക്ഷിയായി അള്ളാഹ് തന്നെ മതിയാകും. കഫയുടെ കൂടെ ഉപയോഗിക്കുന്ന വാക്കാണ് ബി. കഫയുടെ കൂടെ ബി വരും. കഫാ ബില്ല, ആര് മതിയാകും? അള്ളാഹ് മതിയാകും. അള്ളയെ കൊണ്ട് മതിയാകും എന്നല്ല പറഞ്ഞത്. കഫാ ബില്ലാഹി, എന്തായിട്ട് മതിയാകും? ഷഹീദായിട്ട് മതിയാകും, സാക്ഷിയായിട്ട്. ഇന്നല്ലദീന കഫറു വസദ്ദു അൻ സബീലില്ലാഹി ഖദ് ളല്ലു ളലാലൻ ബഈദ. നിഷേധിച്ചവർ, മറച്ചു വെച്ചവർ. നേരത്തെ പറഞ്ഞല്ലോ, സത്യം അല്ലെങ്കിൽ സന്ദേശം ജനങ്ങൾക്ക് എത്തിയതിന് ശേഷം മറച്ചു വെച്ചവനാണ് കാഫിർ.
അങ്ങനെ എത്തിയതിനു ശേഷം നിഷേധിച്ചവനാണ് കാഫിർ. തിരിഞ്ഞു നടന്നവൻ സദ്ദു അൻ സബീലില്ല, അവൻ തിരിഞ്ഞു നടക്കുക മാത്രമല്ല, അവൻ സദ്ദയുടെ അർത്ഥം എന്താ? തടഞ്ഞു, മറ സൃഷ്ടിച്ചു, തടസ്സം സൃഷ്ടിച്ചു. സദ്ദു അൻ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ നിന്നും തടസ്സം സൃഷ്ടിച്ചവർ, തടഞ്ഞവർ. അപ്പൊ സ്വയം അവരെന്ത് ചെയ്തു? അത് വേറെ ആശയങ്ങളാണ്. എന്തായിരുന്നാലും അവരെന്ത് ചെയ്യുന്നു? അവർ സ്വയം നിഷേധിക്കുന്നു, മറ്റുള്ളവരെ അതിൽ നിന്നും തടയുകയും ചെയ്യുന്നു. സദ്ദു അൻ സബീൽ. യസുദ്ദൂന എന്ന വാക്ക് നമ്മൾ പല സംഗതികളിലും നേരത്തെ വായിച്ചുകൊണ്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള തന്നില്ലേ? സെർച്ച് ചെയ്യാൻ വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ കാണുന്നുണ്ട് സെർച്ച് ചെയ്യുന്ന എങ്ങനെയാണ് പഠിപ്പിക്കുന്നത് ഖുർആന്റെ പദങ്ങൾ. അപ്പോ യസുദ്ദൂനും സദ്ദ യസുദ്ദു എവിടെയൊക്കെ വന്നിട്ടുണ്ട്, ആദ്യം ബക്കറയിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുക. അപ്പൊ അവിടെയെല്ലാം അള്ളാന്റെ മാർഗത്തിൽ നിന്നും തടസ്സം ശ്രദ്ധിക്കുന്നവരെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ തന്നെ ഈ ഇങ്ങനെ പറഞ്ഞു തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കുറച്ചുകൂടി പഠിക്കുക. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇതേപോലെ ഖുർആൻ ക്ലാസ് എടുക്കാൻ പറ്റും. യസുദ്ദൂൻ. അപ്പം അങ്ങനെ ആരെങ്കിലും തടസ്സം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഗുരുതരമായ ഒരു വിഷയമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി പണ്ഡിതന്മാരെന്ന് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ പുരോഹിതന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണോ ആ പണിയുടെ ഫലം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലത്തെ പണി നമ്മൾ ചെയ്താൽ അല്ലെങ്കിൽ നമ്മളെ പോലുള്ളവർ ചെയ്താൽ, ഖുർആൻ പഠനത്തിൽ നിന്നും ആരെങ്കിലും വിലക്കിയാൽ, ആരെങ്കിലും തടസ്സം സൃഷ്ടിച്ചാൽ, അങ്ങോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞാൽ, അതൊന്നും വലിയ സംഭവമൊന്നും അല്ല എന്ന് പറഞ്ഞാൽ, ആലോചിച്ച് നോക്കി. ഖുർആൻ പഠനത്തെ കുറിച്ച് ഏതെങ്കിലും നിലയ്ക്ക് അതിനെ ഇകഴ്ത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? സുദ്ദൂന അല്ലെങ്കിൽ സദ്ദു അൻ സബീലില്ല, അള്ളാന്റെ മാർഗത്തിൽ നിന്നും തടസ്സം ഉണ്ടാക്കിയവരല്ലേ അവരെന്തായി? അത് വല്ലു ദലാലം ബഈദ. അവര് വഴിപിഴച്ചവനാണ് എന്ന് മാത്രമല്ല, അവരെന്തായി? വളരെ 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 അകന്നു പോയി. പിഴച്ചു പോയി എന്ന് മാത്രമല്ല, വളരെ വളരെ അകന്നു പോയി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ നോക്കിയാല് ഒരു വഴി, രണ്ട് വഴി കണ്ടാൽ രണ്ടും സമാന്തരമായിട്ടാണ് പോകുന്നതെങ്കിൽ രണ്ടും എവിടെ എത്തില്ല, രണ്ടും ജോയിന്റ് ആവില്ല. നമ്മൾ റെയിൽവേ ലൈനിൽ പോകുന്ന പോലെ അടുത്തടുത്താണ് നിൽക്കുന്നത്. നമ്മൾ നോക്കുമ്പോൾ രണ്ടും അടുത്തടുത്താണ് നിൽക്കുന്നത്. പക്ഷെ എവിടെ എന്ത് ചെയ്യുന്നില്ല? യോജിക്കുന്നില്ല. സംഭവം നോക്കിയാല് സംഭവം അതങ്ങനെ പോകുന്നുണ്ട്, ഇതെങ്ങനെ പോകുന്നുണ്ട്. ട്രെയിനുമായി ബന്ധപ്പെടുത്തിയിട്ടില്ലെങ്കിൽ രണ്ട് ലൈനും എവിടെ പോകുന്നത്? രണ്ട് ലൈനും എവിടെ എത്തുന്നില്ല. രണ്ട് ലൈനും ഒരിക്കലും ഒരു യോജിപ്പിൽ കൂട്ടിമുട്ടുന്നില്ല എന്ന് മാത്രമല്ല, യോജിപ്പിൽ എത്തുന്നു. കൂട്ടിമുട്ടുക എന്ന് പറഞ്ഞാൽ, ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ എതിർപ്പ് ഇല്ലാതെ കിട്ടുക. എതിർപ്പിലും എത്തുന്നില്ല, ഇതിലും എത്തുന്നില്ല. പക്ഷെ യോജിപ്പിലും എത്തുന്നില്ല. രണ്ടും ഇങ്ങനെ പോവുകയാണ്. അതേസമയം ഇതിനെ ഒന്ന് അല്പം ചരിച്ചു നോക്കിയേ, അതിന്റെ ഡിഗ്രി ഒന്ന് മാറ്റി നോക്കി, 45 ഡിഗ്രിയേക്ക് ഒന്ന് മാറ്റി നോക്കി. അല്ലെങ്കിൽ ചെറിയ ഒരു മാറ്റമായിരിക്കും ഇവിടെ നിന്നുണ്ടാവുക. നമ്മൾ ഒരാളെ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസമുള്ളൂ, തുടക്കത്തില് ചെറിയ വ്യത്യാസമുള്ളൂ. പക്ഷെ അവിടെ എത്തുമ്പോൾ എന്തായിരിക്കും? ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോ ഒരു ബന്ധവുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് കുറച്ചിലൊന്ന് അകത്തി നോക്കിയേ, കുറച്ചിലൊന്ന് അകത്തി നോക്കി. അമ്മ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അകത്തി നോക്കി. ഒന്ന് സിറാത്തുൽ മുസ്തഖീമിലേക്കായിരിക്കും, ഒന്ന് ജഹന്നമിലേക്കായിരിക്കും പോവുക. അങ്ങനെ ദലാലൻ ബഈദ, ബഹുദൂരം അകന്നു പോയിട്ടുണ്ട്. ഇന്നല്ലദീന കഫറു വളലമു, ഇന്നല്ലദീന കഫറു നിഷേധിച്ചവർ, വളലമു അക്രമം പ്രവർത്തിക്കുകയും ചെയ്തവർ, പിന്നെ ശിർക്കൽ ലഗുൽമിൻ അളീം എന്ന് പറഞ്ഞല്ലോ. അത് ശിർക്ക് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദുൽമാണ്. ആ ദുൽമും അതുപോലുള്ള ദുൽമുകളും, ഈ ദുൽമൊക്കെ എന്തൊക്കെയാണെന്നുള്ള ഖുർആൻ വായിച്ചു നോക്കണം. എവിടെയൊക്കെയാണ് ദുൽമിനെ കുറിച്ച് പറഞ്ഞത്? എവിടെയൊക്കെയാണ് ദുൽമിനെ കുറിച്ച്, എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചാണ് ദുൽമ എന്ന് പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയുള്ള ദുൽമ ചെയ്തവരെല്ലാം വളലമു. കാരണം എന്താണ്? ദുൽമ എന്നത് എവിടെ എന്തില്ല, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാ ദുൽമും അതിൽപ്പെട്ടു. അങ്ങനെ ദുൽമ ചെയ്തവൻ സത്യത്തെ നിഷേധിക്കുകയോ അത് മറച്ചു വെക്കുകയോ ചെയ്തവനും
അക്രമം ചെയ്തവരും ഏത് നിലയ്ക്കുമുള്ള അക്രമം ചെയ്തവരും ലം യകുനുല്ലാഹു ലിയഗ്ഫിറ ലഹും അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കുകയില്ല വലാ ലിയഹ്ദിയഹും തരീഖ. ലം യക്കുന്റെ അർത്ഥം എന്താ? ആവുകയില്ല. അങ്ങനെയാണോ? ആയിട്ടില്ല. ലം യക്കുൻ ലഹു കുഫുവൻ അഹദ് അതല്ലേ? ലം യക്കിന്റെ ശേഷം ലീ വന്നിട്ടുള്ളത് പഠിച്ചിട്ടുണ്ടോ? لم يكن الذين كفروا لم يكن الذين كفروا ലം യക്കുൻ ലദീന കഫറിന് ശേഷം ലീ ഇല്ല. ലം യകുനില്ല അവിടെയുണ്ടല്ലോ ഈ. അവിടെ ലീ ഉണ്ടോ? ലം യകുനില്ല. അവിടെ ലീ ഉണ്ടോ? ലീ ഉണ്ടോ? നീ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞാൻ ഉറങ്ങിപ്പോയെന്ന്. അതൊക്കെ നോക്കണ്ടല്ലോ. വലം യക്കുൻ ലഹു അവിടെ വലം യക്കുൻ ലഹു അത് വേറെ രീതിയിലാവുന്നുണ്ട്. അതെ. ലീ വന്നിട്ട് ഫെയിൽ ഉണ്ടാവും. മാ കാന അല്ലാഹു ലിയദറൽ മുഅ്മിനീന. പിന്നെ മാ കാന കമ്മ്യൂണിക്കേറ്റ് അറബിക്ക് 3 പഠിച്ച അതിനെ കൂടെ മാക്കാനയുടെ കൂടെ ലീ ഉപയോഗിച്ചിട്ട് എന്ത് വരും? ക്രിയ വരും. അപ്പോ അത് ചെയ്യൽ ഇസ് നോട്ട് സ്യൂട്ടബിൾ, അനുയോജ്യമല്ല, ഭൂഷണമല്ല എന്നാണ് പറയുന്നത്. ഓർക്കുന്നുണ്ടോ? അപ്പൊ അത് വെച്ച് നോക്കണം. ഇവിടെ ആ പ്രയോഗമാണ് ഇവിടെ. ലം യകുൻ ലിയഗ്ഫിറ പുറത്തു കൊടുക്കുക എന്നത് അനുയോജ്യമല്ല, ഭൂഷണമല്ല അള്ളാഹ്ക്ക്. ലം യകുനില്ലാഹു ലിയഗ്ഫിറ ലഹും അവർക്ക് പുറത്തു കൊടുക്കുക എന്നത് അള്ളാഹ്ക്ക് ഭൂഷണമല്ല, യോഗ്യമല്ല, അനുയോജ്യമല്ല. അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കാൻ സാധ്യതയേ ഇല്ല എന്ന്. ഇത് ലാമു താലീലാണ്. ഇത് ലാമു തഅലീലല്ല, ഇത് വേറെ ലാമാണ്. മാക്കാനയുടെ കൂടെ വരുന്ന മാക്കാനയുടെ കൂടെ എന്ത് വരും? ഫെയില് വരും. ആ ഫെയിലിന്റെ കൂടെയുള്ള ലീ ആണ്. കമ്മ്യൂണിക്കേറ്റീവ് അറബി പഠിച്ചില്ലെങ്കിൽ ഇത് നമ്മൾ തീരുമ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് അറബി പുതിയ സെഷൻ തുടങ്ങുമ്പോൾ ചേർന്നോളും. അതിൽ വരും ഡീറ്റെയിൽ ആയിട്ട്. നമ്മൾ ഇതെല്ലാം പരസ്പര പൂരകമായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ആദ്യമേ ചേർന്ന് ഇത് ഫൈനലൊക്കെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് അറബിക് എന്ന് പറയുന്നത് സിൽവർ കഴിഞ്ഞതിന് ശേഷം ചേർന്നാൽ മതി. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ബാച്ചുകൾ തുടങ്ങാത്ത അതിന്റെ. അപ്പൊ അതിൽ വരും. ഇതിൽ വരാത്തതിന്റെ വിശദീകരണങ്ങൾ അതിൽ വരുന്നു എന്നതുകൊണ്ടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റീവ് അറബിക്ക് അണ്ടർസ്റ്റാൻഡിംഗ് കൂടാതെ ഭാഗമാക്കിയത്. ഓക്കെ. അപ്പൊ അത് അള്ളാഹ്ക്ക് അവർക്ക് പുറത്തു കൊടുക്കാൻ മൻസൂബായിരിക്കും. അങ്ങനെ ഫിയല് മൻസൂബ നെസ്ബ് ചെയ്യുന്ന ഫീൽഡ് തന്നെയാണ്, നെസ്ബ് ചെയ്യുന്ന രീതി തന്നെയാണ്. അത് നമുക്ക് പൊതുവിൽ പറയാവുന്ന ഒരു സംഭവമാണ്. അതായത് ലീക്ക് ശേഷം ഫിഅ്ല് മുളാരിയാണ് വരുന്നതെങ്കിൽ അവിടെ നെസ്ബ് ചെയ്യും. ലീക്ക് ശേഷം ഫിഅ്ല് മുളാരിയാണ് വരുന്നതെങ്കിൽ നെസ്ബ് ചെയ്യും. അത് നെസ്ബ് ചെയ്യുന്ന ലീ ആണ്, ഹർഫ് ജറിന്റെ ലീ അല്ല. ലിയഗ്ഫിറ ലഹും അവർക്ക് പുറത്തു കൊടുക്കുക എന്നത് അനുയോജ്യമല്ല, അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കില്ല. വലാ ലിയഹ്ദിയഹും അവരെ വഴി നടത്തുകയുമില്ല. അതായത് യഹ്ദി എന്ന് പറഞ്ഞാൽ വഴി കാണിക്കുക എന്നാണ്. അപ്പൊ ആ അർത്ഥത്തിൽ വലാ ലിയഹ്ദിയഹും അവർക്ക് വഴി കാണിച്ചു കൊടുക്കുകയും ഇല്ല. നേരത്തെ പറഞ്ഞ ലം യകുൻ എന്ന മാക്കാനയുടെ പ്രയോഗം ഇതിലും വരും. മാക്കാന ലം യകുൻ ലഹു ലിയഗ്ഫിറ വലാ ലിയഹ്ദിയ. അവർക്ക് പുറത്തു കൊടുക്കലും വഴി കാണിച്ചു കൊടുക്കലും അള്ളാഹ്ക്ക് ഭൂഷണമല്ല, അള്ളാഹ്ക്ക് അനുയോജ്യമല്ല, പുറത്തു കൊടുക്കില്ല. തരീഖൻ വഴി, വലാ ലിയഹ്ദിയഹും നയിക്കുകയില്ല, തരീഖൻ വഴിയിലേക്ക് നയിക്കുകയില്ല, അഥവാ നേർവഴിയിലേക്ക് നയിക്കുകയില്ല. ഇല്ലാ തരീഖ ജഹന്നം, ഇല്ല തരീഖ ജഹന്നം. അപ്പോ വലാ ലിയഹ്ദിയഹും തരീഖൻ എന്ന് പറഞ്ഞത് മഫ്ഊലുൻ ബിഹിയാണ്. വലാ ലിയഹ്ദിയഹും അവരെ നയിക്കുകയില്ല, തരീഖൻ വഴിയിലേക്ക്. അപ്പോ യഹ്ദിയയുടെ
ഒന്നാമത്തെ മഫ്ഊൽ ബിഹി ഹും ആണ്, രണ്ടാമത്തെ മഫ്ഊൽ ബിഹി തരീഖ. യഹ്ദിയ ഹും അവരെ വഴി നയിക്കുകയില്ല, വഴി നടത്തുകയില്ല. തരീഖൻ വഴിയിലേക്ക്, ഇല്ലാ തരീഖ. അപ്പൊ നേരത്തെ പറഞ്ഞ യഹ്ദിന സിറാത്ത എന്ന് പറഞ്ഞിടത്തുന്ന മഫ്ഊൽ ബിഹിയാണ്, യഹ്ദിന സിറാത്ത എന്ന് പറഞ്ഞ മഫ്ഊൽ ബിഹിയാണ്. രണ്ടാമത് എന്ത് ചെയ്യുന്നു? സിറാത്ത അല്ലദീന. രണ്ടാമത് പറഞ്ഞ സിറാത്തിന് എങ്ങനെയാണ് മഫ്ഊൽ എന്നത് വന്നത്, നസ്ബ് വന്നത്? നേരത്തെ പറഞ്ഞതിന്റെ ബദൽ എന്നാണ് അതിന് പറയുക. അതേപോലെ ഇവിടെ എന്താണ്? വലാലി യഹ്ദിയഹും തരീഖൻ വഴി നടത്തുകയില്ല, വഴിയിലേക്ക് ഇല്ല, ഇല്ലാ തരീഖ. അപ്പം ഇല്ലാ തരീഖ, ഇല്ലായ്മയുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്, നമ്മൾ പറഞ്ഞിട്ടില്ല. ഇല്ലാ തരീഖ വഴിയിലേക്കല്ലാതെ, ജഹന്നമ നരകത്തിന്റെ. ഇന്ത്യ എങ്ങനെ അർത്ഥം കിട്ടി? തരീഖ ജഹന്നമ ഇളാഫത്താണ് കേട്ടോ. ജഹന്നം ഗൈർ മുൻസരിഫായ പദമാണ്. ജഹന്നം ഗൈർ മുൻസരിഫായ പദമാണ്. അതുകൊണ്ട് തരീഖിന്റെ ശേഷം ഇളാഫത്ത് ചെയ്തപ്പോൾ ഫതഹത്താണ് കൊടുത്തിരിക്കുന്നത്. ഇലാ ജഹന്നമ എന്നേ പറയുള്ളൂ, ജഹന്നമി എന്ന് പറയില്ല. അപ്പൊ ഇല്ലാ തരീഖ ജഹന്നമ ഖാലിദീന ഫീഹാ, അവർ ശാശ്വതവാസികളായ, ഖാലിദീന ഫീഹാ അവർ സ്ഥിരവാസികളായ നിലയിൽ, അബദൻ ഫോറെവർ എന്നും. നമ്മൾ പെർമനന്റ് വിസയെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പെർമനന്റ് വിസക്കാര് അവിടുത്തെ നാട്ടുകാരെ പോലെ അല്ലല്ലോ. അല്ല. അപ്പൊ നാട്ടുകാരെന്താണ്? അവിടുത്തെ നിത്യവാസികളാണ്. അപ്പോ ഒന്നാമത് പറഞ്ഞ ഖാലിദീൻ എന്താണ്? പെർമനന്റ് വിസക്കാരാണ് എന്ന് വിചാരിച്ചോ. രണ്ടാമത്തെ അബദൻ എന്നും. അപ്പൊ എന്തായി? രണ്ടാമത്തെ സ്റ്റാറ്റസ് വന്നപ്പോ അവിടുത്തെ സിറ്റിസനെ പോലെ ആയി, മുക്കീമായി. മാഷാ അല്ലാഹ്. മുക്കീം എന്ന് പറഞ്ഞാൽ എന്താ? മുക്കീം സിറ്റിസൺ അല്ല, മുവാത്തിനാണ് സിറ്റിസൺ. വതനി, വതനൻ നാട്, വതനിയാണ് സിറ്റിസൺ. അതാണ് മുവാത്തിൻ എന്ന് പറയുന്നത്. മുക്കീം എന്ന് പറഞ്ഞാൽ അക്കാമ, ഇക്കാമ ഉള്ളവൻ, ഇക്കാമ ഇക്കാമ ഉള്ളവൻ എന്താണ്? മുക്കീം. റെസിഡന്റ് പെർമിറ്റ്, റെസിഡന്റ്. അല്ലാത്തവൻ എന്താണ്? സിറ്റിസൺ ആണ്, മുവാത്തിന് സിറ്റിസൺ. അപ്പൊ ആദ്യം പറഞ്ഞത് ഖാലിദീൻ എന്ന് പറഞ്ഞത് പെർമനന്റ് വിസയാണ്. ഇഹ അബദൻ എന്ന് പറഞ്ഞാൽ സിറ്റിസണായി, അവിടുത്തെ സ്ഥിരവാസി. അപ്പൊ എന്നും സ്ഥിരവാസിയായ നിലയിൽ. യസീറ, അത് അള്ളാഹുവിന് യസീറാണ്. യസീറിന്റെ ഓപ്പോസിറ്റ് എന്താണ്? യസീറിന്റെ ഓപ്പോസിറ്റ് അസീർ. അസീർ ജ്യൂസ് അല്ല, ജ്യൂസിന് സ്പെല്ലിംഗ് വ്യത്യാസമുണ്ട്. അസീർ സീന്. പിന്നെ അത് ചുരുക്കി യുസർ എന്ന് പറഞ്ഞാൽ യുസറിന്റെ ഓപ്പോസിറ്റ് യുസർ. യാ അയ്യുഹന്നാസു, ജനങ്ങളെ, അത് ജാഅകുമുർ റസൂൽ, ഇതൊരു ഡിക്ലറേഷനാണ്. ജനങ്ങളെ എല്ലാവരും വിളിക്കുകയാണ്. അയ്യുഹന്നാസ്, ജനങ്ങളെ, അത് ജാഅകുമുർ റസൂൽ, നിങ്ങൾക്ക് ദൂതൻ വന്നിരിക്കുന്നു. ബിൽ ഹഖ്, സത്യമായ നിലയിൽ. രണ്ട് സംഗതിയുണ്ട്. ഒന്നെന്താണ്? ഇത് മിഥ്യയല്ല. മിഥ്യ എന്ന് പറഞ്ഞാല് നമ്മള് ഉട്ടോപ്യ കേട്ടിട്ടുണ്ടോ? ഉട്ടോപ്യ എന്താ? ഉട്ടോപ്യ എന്നാ യൂട്ടോപ്യ എന്നാ എന്താ ഉച്ചാരണം? ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സാങ്കല്പികമായ ഒരു രാഷ്ട്രം ഉണ്ട്, എന്നിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള വെള്ളരിക്ക പട്ടണം എന്ന് പറയില്ലേ, അതുപോലെ. അത് ഇതെന്തല്ല, ഇത് ഒരു ഉട്ടോപ്യൻ സംഗതിയല്ല, ഇത് യാഥാർത്ഥ്യമാണ്. രണ്ട്, ബിൽ ഹക്ക്, കൊണ്ടുവന്നിരിക്കുന്ന എന്താണ്? സത്യവുമാണ്, ആയിട്ടാണ് വന്നത്. ന്യായമായ നിലയ്ക്കാണ്. ഹക്കിന്റെ എല്ലാ അർത്ഥവും അതിനകത്തുണ്ട്. റബ്ബിക്കും
നിങ്ങളുടെ രക്ഷിതാവിനും. ഇത് ഒരു ഫിലോസഫിയാണ്. അതായത് വന്നിരിക്കുന്നത്, നിങ്ങളെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്നവൻ ആരാണോ, നിങ്ങൾക്ക് മഴ പെയ്യിപ്പിച്ചു തരുന്ന, നിങ്ങൾക്ക് ഭൂമി തന്നിരിക്കുന്ന, നിങ്ങൾക്ക് വായു തന്നിരിക്കുന്ന, വെള്ളം തന്നിരിക്കുന്ന, വെളിച്ചം തന്നിരിക്കുന്ന, ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഓർഗനൈസ് ചെയ്ത് തന്നിരിക്കുന്നവൻ ആരാണോ അവനാണ് റബ്ബ്. എന്നാ റബ്ബ് അല്ലെ, റുബൂബിയ്യത്ത് അല്ലെങ്കിൽ റബ്ബ് എന്ന്. ആ റുബൂബിയ്യത്ത് ആരുടെ കരങ്ങളിലാണോ, നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണോ, നിങ്ങൾ പറയുന്ന പരമേശ്വരനെന്നോ അല്ലെങ്കിൽ യഹോവ എന്നോ അല്ലെങ്കിൽ മറ്റെന്തോ പറയുന്ന ഏതൊരു വാക്കിൽ പറഞ്ഞാലും പഞ്ചകം നീ എന്താവെന്നൊക്കെ പറയുന്ന ആ അവൻ ആരാണോ അവന്റെ അടുക്കൽ നിന്നും വന്നിരിക്കുന്നു എന്ന എന്താണ് റബ്ബിക്കും എന്ന് പറഞ്ഞ കോമൺ ഭാഷയാണ്. ജനങ്ങൾ മൊത്തത്തിൽ ഉപയോഗിക്കുന്ന വാക്ക് എന്താണോ ആ വാക്കാണ് റബ്ബിക്കും എന്ന് പറയുന്നത്. നിങ്ങളുടെ രക്ഷിതാവെന്ന് നിങ്ങൾ പറയുന്നവൻ ആരാണോ അവന്റെ അടുക്കൽ നിന്നും നിങ്ങൾക്ക് ദൂതൻ വന്നിരിക്കുന്നു. എന്താണ്? സിവിയർ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ്. അതിനാൽ നിങ്ങൾ വിശ്വസിച്ചോളൂ. ഖൈറൻ ലക്കും, നിങ്ങൾക്ക് നല്ലതിന്. ഖൈറൻ നല്ലതായ നിലയിൽ, ലക്കും നിങ്ങൾക്ക് നല്ലതിനാണെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചോളീ. വഇൻ തക്ഫുറു, നിങ്ങൾ നിഷേധിച്ചാൽ, ഫഇന്നലില്ലാഹി, അള്ളാഹ്ക്കൊന്നും സംഭവിക്കാൻ പോണില്ല. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന റുബൂബിയ്യത്ത് മുഴുവനും അപ്പോഴും അവന്റെ കയ്യിൽ തന്നെ. മുലൂക്കിയ്യത്ത് ഇവിടെ എന്താണ്? ഉടമസ്ഥതയാണ്. ലീ പൊസഷൻ പറഞ്ഞായിരുന്നു. ലീ ഉപയോഗിച്ചിട്ട് പൊസഷൻ പറഞ്ഞായിരുന്നു കമ്മ്യൂണിക്കേറ്റ് അറബിക്കിൽ. ഉടമസ്ഥതയെ സൂചിപ്പിക്കുന്നതാണ് ലീ. അപ്പൊ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാത്തി, കാണുന്ന പ്രപഞ്ചം മുഴുവൻ അള്ളാഹ്ക്കുള്ളതാണ്. സമാവാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, പ്രപഞ്ചം മുഴുവൻ നിൽക്കുന്ന ആകാശത്തിലല്ലേ നിൽക്കുന്നത്. വൽ അർദ്, നിങ്ങൾ നിൽക്കുന്ന ഭൂമിയും. ഭൂമി ആകാശത്തിൽപ്പെട്ടതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആമ്മ പറഞ്ഞതിന് ശേഷം ഖാസ് പറയുകയാണ്. വന്നബിയ്യീന മിൻ ബഅദിഹി എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് അവർക്ക് നൂഹ് അലൈഹിസ്സലാമിന് ശേഷമുള്ള നബിമാർക്കും വഹി നൽകിയതുപോലെ എന്ന് പറഞ്ഞു. അപ്പൊ എന്തായി? എല്ലാ നബിമാരെയും പറഞ്ഞു. പിന്നെ ഇബ്രാഹിം എന്ന് എന്താണ്? പിന്നെ ഖാസായിട്ട് പറയാം, പ്രത്യേകിച്ച് എടുത്ത് പറയാം. അപ്പോ ഈ സമാവാത്ത് എന്ന് പറയുന്ന പ്രപഞ്ചം മൊത്തം അതിൽ വന്നു, ആകാശം എന്ന് പറയുന്നു. പിന്നീട് വല്ലാതെ നിങ്ങൾക്ക് ആർക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിൽക്കുന്ന തറയുണ്ടല്ലോ, അത് അല്ലാഹ്. അല്ലാഹു അലീമൻ ഹകീമ, അള്ളാഹ് നന്നായി അറിയുന്നവനാണ്, യുക്തിമാനാണ്. ഇപ്പൊ അലീമുൻ ഹക്കീം എവിടെയൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അടിവരയിട്ട് വായിച്ച് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? ഇവിടെ പറഞ്ഞ പോയിന്റ്, ജനങ്ങളെ നിങ്ങൾക്ക് ദൂതൻ വന്നിരിക്കുന്നു, സത്യവുമായി കൊണ്ട് ദൂതൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. നിങ്ങൾക്ക് നല്ലതിനാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ വിശ്വസിച്ചോളി. എന്നിട്ട് അവസാനം പറഞ്ഞിരിക്കുകയാണ് അല്ലാഹു അലീമുൻ ഹകീം, അള്ളാഹ് എല്ലാത്തിനെ കുറിച്ചും നന്നായി അറിയുന്നവനാണ്, യുക്തിമാനുമാണ്. അള്ളാന്റെ യുക്തി അനുസരിച്ചാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ദൂതൻ ദൗത്യം എന്ന സംഭവം വന്നിരിക്കുന്നത്, റിസാലത്ത് എന്ന സംഭവം വന്നിരിക്കുന്നത്. അള്ളാന്റെ യുക്തി അനുസരിച്ചാണ് നിങ്ങൾ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ തിരഞ്ഞെടുത്തിട്ട് അദ്ദേഹം മുഖേന നിങ്ങൾക്ക് സന്ദേശം നൽകുക എന്നത് അള്ളാന്റെ യുക്തി അനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്, മിഥ്യയല്ല, സത്യമാണ്, ന്യായമാണ്, ജനങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്. ഹക്കിന് അവകാശം നടത്തുന്നുണ്ടല്ലോ, അർഹതപ്പെട്ടതാണ്, അവകാശപ്പെട്ടതാണ്. ഇതെല്ലാമായിട്ടാണ് അദ്ദേഹം വന്നിരിക്കുന്നത് പ്രപഞ്ചനാഥന്റെ അടുക്കിലുണ്ട്. ഇതെല്ലാം എന്താണ്? അലീമാണ്, അള്ളാഹിന്റെ ഹിക്മത്താണ്, അള്ളാഹിന്റെ അറിവനുസരിച്ചാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ അള്ളാഹുവിന്റെ യുക്തി അനുസരിച്ചുമാണ്. നേരത്തെ പറഞ്ഞതിനേക്കാൾ നമ്മൾ കുറച്ച് ഓവറായി പോയി. പിന്നെ നേരത്തെ പറയേണ്ട കാര്യം ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു. ഇടയ്ക്ക് നമ്മൾ റമദാനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ചോദ്യങ്ങളുടെ ഉത്തരം എഴുതിയിടാത്തവര് എഴുതിയിട്ട് ഗ്രൂപ്പ് ലീഡർക്ക് അയച്ചു. നമുക്ക് സമയം കിട്ടിയില്ല, എക്സ്ക്യൂസ് കൊടുക്കണം എന്നൊക്കെ പറയുമ്പോഴും അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള തോന്നൽ വരുന്നില്ല. എന്നാലേ നമ്മൾ പഠിക്കുള്ളൂ. ഇത് ഈ പറഞ്ഞതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ഉണ്ടാകണം. നിങ്ങൾ ഇതിൽ നിന്ന് എന്തൊക്കെ ചോദ്യം ഉണ്ടാക്കാം എന്നതൊക്കെ നമ്മൾ കണ്ടെത്തണം. ഉസ്താദ്, മിൻ ഖബ്ല ഒന്നും കൂടി പറയോ? അതാ ചോദിച്ചേ.
മിൻ കബലു ഒന്നും കൂടി പറയോ? മിന്നിന് ശേഷം എന്തുകൊണ്ടാ കബലി? മിന്നിന് ശേഷം ഇലാഫത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മിന്നിന്റെ നിയമം ബാധകമാകും. മിന്നിന് ശേഷം കബലിന് ശേഷം ഈ കബലിനെ വേറെ ഒന്നിലേക്ക് ഇലാഫത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മിന്നിന്റെ അല്ലെങ്കിൽ ഹർഫ് ജറിന്റെ നിയമം ബാധകമാകും. കബലും ബാദും ആണ് ഈ നിയമമുള്ളത്. കബലും ബാദിനെയും വേറെ ഒന്നിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഹർഫ് ജറ് ബാധകമാകും. വേറെ ഒന്നിലേക്ക് ചേർത്തിട്ടില്ല, നിരുപാധികമാണ് പറഞ്ഞിരിക്കുന്നത് എങ്കിൽ, അതായത് അവിടെ ഒരു ഉപാധിയില്ല, കബലിന് ശേഷം ഏതിന്റെ മുമ്പ് ഏതിന്റെ ശേഷം എന്ന് പറഞ്ഞിട്ടില്ല എങ്കിൽ അവിടെ ഹർഫ് ജറ് ബാധകമാവുകയില്ല. അവിടെ ലമ്മ് മാത്രമേ കൊടുക്കൂ. നിലാഫത്ത് ചെയ്യാതെ വളരെ ചുരുക്കാണോ അങ്ങനെ ഖുറാനിലുള്ളത്? ഒരുപാട് സ്ഥലങ്ങളിൽ വന്നിട്ടുണ്ട്. മിൻ ഖബലു, മിൻ ബഅദു, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വായിച്ചൊക്കെ കിട്ടും. ഇങ്ങനെയൊക്കെ വായിച്ചോ. നമ്മൾ എന്താണ് നമുക്ക് മനസ്സിലാകേണ്ടത് അത് കിട്ടാൻ വേണ്ടി വായിച്ചു നോക്കുക. എന്നിട്ട് എഴുതി വയ്ക്കുക. കുറച്ചുകൾ കഴിയുമ്പോൾ അത് ഭയങ്കര ഒരു പഠനമായിരുന്നു. എന്നിട്ട് കുറച്ചുകൾ കഴിയുമ്പോൾ ഒരു 4-5 വർഷം, പിന്നെ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ഖുറാൻ ഒന്നും വായിക്കുന്നില്ല, ഒന്നും പഠിക്കുന്നില്ല, പണ്ടൊക്കെ എന്തുമാത്രം പഠിച്ചിരുന്നു എന്ന് വിചാരിക്കും. അങ്ങനെയുള്ളൊരു അപ്പൊ എന്ത് വന്നു അവിടെ? എന്ത് വന്നു? ആശയം പറയും നിങ്ങള്. ആശയത്തിൽ നിന്നും കിട്ടുമല്ലോ. വന്നെത്തിയതിന് ശേഷം. അപ്പൊ എന്തിന്റെ ശേഷം എന്ന് വന്നില്ലേ? അതെ അതെ, അതുകൊണ്ട് അവിടെ അപ്പൊ അതേ എന്ന് പറഞ്ഞപ്പോ എന്തായി? കസ്ർ വന്നു. അതെ. വ്യക്തമാണ്. വന്നെത്തിയതിനു ശേഷം അല്ലെ? അല്ലാത്തതാണ് ബാദു, ഖബലു എന്നവിടെ ഒരു എന്താണ് സ്റ്റോപ്പ് ഉണ്ടാവും, ഒരു ഹാൾട്ട് ഉണ്ടാവും. അതെ അതെ. ഓക്കെ, ഖുർആൻ പഠനത്തെ കുറിച്ച് എന്ത് തോന്നുന്നുണ്ട്? വളരെ ഉഷാറാണ്, അൽഹംദുലില്ലാ. അപ്പൊ നിങ്ങൾ റമദാനിൽ എന്ത് ചെയ്യാന്ന് പറയും? ഉഷാർ എന്ന് പറഞ്ഞാല് നമ്മള് ചെയ്തല്ല, നമ്മളെ ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആയിരുന്നു. ഗ്രൂപ്പ് വളരെ സ്ട്രോങ് ആണ്. നിങ്ങളെ ഗ്രൂപ്പിന്റെ ലീഡറെ തന്നെ കാണാനില്ല. ലീഡർ ഉണ്ട്, പക്ഷെ ഈ പറഞ്ഞ ആൾ ഗ്രൂപ്പ് ലീഡറിനെ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്നുണ്ടോ? ഇത് ചെയ്തു. ഒന്ന് ചോദിച്ചു നോക്കിയാ, ഗ്രൂപ്പ് ലീഡറോട് ചോദിച്ചു നോക്കി. ഞാൻ ശരിക്കും ചെയ്തു. ഞാൻ ചില സംഗതികളൊക്കെ മുൻധാരണയോട് പറയുന്നത്, കാരണം എനിക്ക് എല്ലാവരെയും പിന്നെ ഇൻഡിവിജ്വലായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഗ്രൂപ്പ് തിരിച്ചതും. ആ ഗ്രൂപ്പ് ഞാനിങ്ങനെ ക്വസ്റ്റ്യൻ അയച്ചുകൊണ്ടേയിരുന്നു. ആരും ഒരു റിപ്ലൈ ചെയ്യുന്നില്ല. ഗ്രൂപ്പ് ലീഡർമാർ റിപ്ലൈ ചെയ്യുന്നില്ല. എനിക്ക് അവരെ ഫോളോ അപ്പ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. നല്ലതായിരുന്നു ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, പ്രയോജനം ചെയ്യും. നമ്മള് ഗ്രൂപ്പ് ഡിസ്കഷൻ ധാരാളം ചെയ്യാറുണ്ട്. ഗ്രൂപ്പ് ഡിസ്കഷൻ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നമ്മളെ ലീഡർ വളരെ സ്ട്രോങ് ആയിരുന്നു. ഞങ്ങളെ ലീഡർ വളരെ സ്ട്രോങ് ആയിരുന്നു. നല്ല കോർഡിനേഷൻ ആയിരുന്നു ഉസ്താദേ. ലീഡറിന്റെ കോർഡിനേഷൻ നല്ലതായിരുന്നു. സൂപ്പർ. എല്ലാവരും നല്ല രീതിയിൽ എല്ലാവരും നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നു. എല്ലാം നമ്മൾ ഖുറാന്റെ ഇതിന് വേണ്ടിയാണെന്ന് വിചാരിക്കുക. ഖുറാനിൽ വ്യത്യസ്തമായ രീതി, ആശയങ്ങൾ, കലങ്ങളിൽ ഇറങ്ങിച്ചെല്ലുന്നതിന്റെ ഇപ്പൊ എനിക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റാത്ത തരത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഫ്രീ ആയിട്ട് വരുമ്പോൾ. അല്ല ഞാൻ പറയുന്നത് മാത്രമാണ് നോക്കിയിട്ടിരിക്കുന്നതെങ്കിൽ ഒരു ലിമിറ്റഡ് ആയിരിക്കും. കിണറ് പോലെ ഇരിക്കും, കിണറ്റിനകത്ത് കിടക്കുന്ന പോലെ ഇരിക്കും. ഓരോരുത്തരുടെയും വായനയും ചിന്തയും മണ്ണും ഒക്കെ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകും. ഇൻഷാ അല്ലാഹ്. അപ്പം ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാണ് ഇതിൽ റിപ്പോർട്ട് ചെയ്യാത്തതെന്ന്. വായിച്ചു നോക്കിയിട്ട് അറിയാത്ത അല്ലെങ്കിൽ പുതിയ പദങ്ങളുടെ ലിസ്റ്റ് എഴുതാത്ത. പുതിയ പദങ്ങൾ ഉണ്ട് എന്ന് എഴുതിയ ആൾക്കാർ ഉണ്ടായിരുന്നു. എനിക്ക് അവരെ ഫോളോ ചെയ്യാൻ പറ്റില്ല.
ആളിനെ ഇതിലും കാണുന്നില്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് ഉണ്ടോ? 23B ഒരാൾ മാത്രം റിപ്പോർട്ട് ചെയ്തില്ല. ചെയ്തിട്ടില്ലായിരുന്നു. എ ഗ്രൂപ്പിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ. അത് ഹോസ്പിറ്റൽ കേസൊക്കെ ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടായിരുന്നു. അത് അതായത് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പരസ്പരമുള്ള ഒരു മ്യൂച്വൽ കമ്മ്യൂണിക്കേഷൻ കിട്ടും. നമുക്ക് ഹോസ്പിറ്റൽ കേസ് മരണം അതുപോലുള്ള അസൗകര്യങ്ങളും ഇന്റിമസി ഒത്തിരി വർദ്ധിക്കും. അസൗകര്യമായിരുന്നു, അതാണ് ചെയ്യാതെ. ബാക്കി എല്ലാവരും ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാ. ഹുജ്ജത്തുനായിരുന്നു ഉസ്താദെ, പുതിയ വാക്ക് എന്ന് പറയുന്നത് ഹുജ്ജത്തുനായിരുന്നു ഒരു സംശയം തോന്നിയത്. ഹിജ്ജത്ത് വന്നിട്ടില്ലേ? അതെ, പ്രമാണം അല്ലേ? പക്ഷെ ഹാജ് എന്ന് പറയുമ്പോ അത് വഴക്ക് എന്നുള്ള അർത്ഥത്തിലാണ്. ഹാജ് വഴക്കല്ല കേട്ടോ, ന്യായം സമർപ്പിച്ചുകൊണ്ടുള്ള തർക്കം, സംവാദം. തർക്കത്തിനപ്പുറം സംവാദമാണ് ഹാജ. അത് തന്നെയാണ് ഇതിന്റെ വർബ്. അല്ല, ഈ ഹുജ്ജത്തിന്റെ വർബ് ഏതാ? ഹുജ്ജത്തിന്റെ വെർബിന്റെ രൂപം എന്താണെന്നുള്ളത് നോക്കണം. ഹുജ്ജത്ത് അതുമായി ബന്ധമുണ്ട്, ഹുജ്ജത്തുമായി ബന്ധമുണ്ട്. പക്ഷെ ഹാജ എന്ന് പറയുമ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. അതായത് ജാഹദ ഗ്രൂപ്പാണ്. കാത്തല പറയുന്ന പോലെ അല്ലെ? കാത്തല പോലെ ജാഹദ ഗ്രൂപ്പാണ്. ഹുജ്ജത്ത് എന്ന് പറയുമ്പോ പ്രമാണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായപ്രമാണ സംവാദം നടത്തുന്നതിനാണ് ചെയ്യുന്നത്. ഹജ്ജ എന്ന് പറയുമ്പോ തീർത്ഥാടനം നടത്തിയതാണ്. ഹജ്ജ തീർത്ഥാടനം നടത്തിയതാണ്. ഫമൻ ഹജ്ജൽ ബൈത അവ ഇതമറ, സൂറത്ത് ബഖറ പഠിച്ചു അല്ലേ? അതെ, നോക്കാം. മഹാനി നമുക്ക് മഹാനി പറഞ്ഞല്ലോ. അടുത്ത പ്രാവശ്യം മഹാനിയിലേക്ക് റെഫർ ചെയ്യാൻ, അൽ മഹാനി ഡിക്ഷണറി റെഫർ ചെയ്യണമെന്ന് പറഞ്ഞത്. അൽ മഹാനി ഇത് നമുക്ക് ഇപ്പോഴറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഈ പറയുന്ന സംഗതി നിങ്ങൾ ഫോളോ ചെയ്താൽ കുറച്ചാൽ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഭയങ്കര ഓപ്പണിംഗ് ആയിരിക്കും ഉണ്ടാവുക. ആരും പറഞ്ഞു തരില്ല കേട്ടോ ഈ സീക്രട്ട്. ഇത് എവിടെ നിങ്ങൾക്ക് ഇതിന്റെ കൗണ്ടിങ് കിട്ടാമെന്ന് ഞാൻ പറഞ്ഞു തന്നു. എവിടെ നിന്ന് ഇതിന്റെ ഡിക്ഷണറി കിട്ടുമെന്ന് പറഞ്ഞു തന്നു. അൽ മഹാനിയിൽ ഒരുപാട് ഡിക്ഷണറി ഉണ്ട്. വ്യത്യസ്ത ഡിക്ഷണറിയിൽ നിന്നുള്ള കോട്ടിംഗ് ഉണ്ട്. നമ്മൾ ഓരോ ഡിക്ഷണറിയിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കൊന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടുത്ത ഡിക്ഷണറിയിൽ വായിച്ചു നോക്കാം. ഒന്ന് മനസ്സിലായെങ്കിൽ കുറച്ചെങ്കിലും മനസ്സിലാവും. ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ പിന്നീടെങ്കിലും മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒത്തുചേരൽ സാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഖുർആന് വേണ്ടിയുള്ള സംവാദങ്ങളാണ്, അല്ലെങ്കിൽ ആശയവിനിമയ പരസ്പര ചർച്ചകളാണ് എന്ന് മനസ്സിലാക്കി പദങ്ങളിലുണ്ടാകുന്ന തീവ്രത അല്ലെങ്കിൽ അതിന്റെ ജീർണത, തീവ്രത ഉണ്ടാകുമ്പോൾ ഓപ്പോസിറ്റ് വരുമ്പോൾ ജീർണതയാണ് ഉണ്ടാകുന്നത്. അതൊക്കെ പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ട് പറഞ്ഞാൽ ആരും സീരിയസ് ആയിട്ട് കണക്കാക്കില്ല. അപ്പൊ അതിന് രണ്ടിനെയും മധ്യേ നമ്മൾ ഓരോ കാര്യങ്ങളും കാര്യ ഗൗരവത്തോടുകൂടി എടുക്കാനും പഠിക്കാനും ചിന്തിക്കാനും, മാത്രമല്ല ഇതിന്റെ പുതിയ പുതിയ ബാച്ചുകൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതിനാ. അത് നിങ്ങൾ 10 വരെയെങ്കിലും ഇതിന്റെ മദ്ഹ്, ഇതിന്റെ സവിശേഷത പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർ ചേർക്കണം. ഇതിന്റെ സവിശേഷത എന്താണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഇതിന്റെ അതായത് ഖുർആൻ ഇതിന്റെ സവിശേഷത എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഏത് രീതിയിലാണ് ഇത് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമ്മൾ നിർവഹിക്കുന്നത് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ്. മാത്രമല്ല ഇതിൽ സിസ്റ്റം എന്താണ്, പെർഫെക്റ്റ് ആണ്. അവൈലബിൾ ആയിട്ടുള്ളതിൽ പെർഫെക്റ്റ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്നും അത് കബൂൽ ചെയ്യട്ടെ. വീഴ്ചകളെല്ലാം തരട്ടെ. കൂടുതൽ ഖുർആൻ പഠിക്കാനുള്ള ചിന്തയും ചിന്താശേഷിയും നമുക്ക് അല്ലാഹ് വർദ്ധിപ്പിച്ചു തരട്ടെ. അതിലുപരി ഹിക്മത്ത് അല്ലാഹ് വർദ്ധിപ്പിച്ചു തരട്ടെ. ഇൽമ്, അഗാധമായ ഇൽമ് അല്ലാഹ് നമുക്ക് നൽകട്ടെ. ഹിക്മത്ത് ഫഖദ് ഊതിയ ഖൈറൻ കസീറൻ, ഹിക്മത്ത് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവന് ഒരുപാട് നന്മ ലഭിച്ചു എന്നെ പോലെയാണ്. അമ്മ ഊതീതു മിനൽ ഇൽമി ഇല്ലാ ഖലീല എന്ന് പറയും. നിങ്ങൾക്ക് കുറച്ച് മാത്രമേ ഇൽമ തന്നിട്ടുള്ളൂ. റബ്ബി സിദ്നി ഇൽമ, വർദ്ധിപ്പിക്കണം എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഒരു കാര്യമേ ഉള്ളതാണ്. വർദ്ധിച്ചു തരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ബാക്കി പല കാര്യങ്ങളും എനിക്കത് തരയണമേ എന്ന് പറയാൻ പറഞ്ഞു. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്ത് എന്ന് പറഞ്ഞു. ഞങ്ങൾ തരണമെന്നാ പറഞ്ഞത്. എൽമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു?
റബ്ബി ജിദിനി, എനിക്ക് വർദ്ധിപ്പിക്കണമേ. പഠിപ്പിച്ചായിരുന്നു. ആ എൽമ് വർദ്ധിപ്പിക്കണം. അപ്പൊ എൽമും ഫഹമും ഗ്രാഹ്യവും വിജ്ഞാനവും വർദ്ധിപ്പിക്കാൻ വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വർദ്ധിച്ചാലും ഒരു കേടുമില്ലാത്ത, ഒരു നഷ്ടവുമില്ലാത്ത, ആരെയും പേടിക്കാനില്ലാത്ത ഒരു സംഭവം ഉണ്ടെങ്കിൽ എൽമ് മാത്രമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا زدنا علما نافعا وآخر دعوانا أن الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. ആ,